ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെയുള്ള പാൻ ഇന്ത്യൻ അല്ലടാ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ബ്ലോഗറിനെ ഞാൻ നിങ്ങളെ ഏറ്റവും ആദ്യം പരിചയപ്പെടുത്താം. മീറ്റ് മിസ്റ്റർ അൽത്താഫ്. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ബ്ലോഗർ എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത്. താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിന് ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ മലയാള സിനിമയിൽ നമുക്കിപ്പോൾ നിലവിലത്തെ ഏറ്റവും ഒരു കാത്തിരിക്കുന്ന പ്രോജക്റ്റ് ഏതാണെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? 2-3 സിനിമയുണ്ട്. അല്ല, ഈ വീഡിയോക്കകത്ത് താങ്കളുടെ ലിങ്ക് ഉണ്ട്. കാരണം താങ്കൾ ഇപ്പോൾ അറിയപ്പെടുന്നത് കംപ്ലീറ്റ് ബ്ലോഗർ എന്നാണല്ലോ, അല്ലേ? സിജോ പറഞ്ഞാണേ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ബ്ലോഗർ എന്ന്. ഞാനിപ്പോ നമ്മൾ പലരും പറയുന്നുണ്ട്, പലമാതിരി വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പല സബ്ജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? പല ആളുകളും പറയുന്നുണ്ട്, അസൂയക്കാർക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ സിജോ ആണ് നമുക്ക് ആ ഒരു പേര് ചാർജ് തന്നത്, കംപ്ലീറ്റ് ബ്ലോഗർ എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, അലൻ ജോസ് പെരേര. പിന്നെ ഇപ്പൊ ഒരു കംപ്ലീറ്റ് ബ്ലോഗർ ഞാനും ആനത്തീട്ടും തമ്മിൽ കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ബ്ലോഗർ അൽത്താഫിന്റെ കൂടെ. അപ്പോൾ നമ്മള് കംപ്ലീറ്റ് ബ്ലോഗറെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് ആക്ടറിനെ പറ്റി സംസാരിക്കാം. അല്ലേ, ലാലേട്ടൻ. നമ്മുടെ മലയാള സിനിമയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ദൃശ്യം 3. അപ്പോൾ ഈ ദൃശ്യം 3 ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട്. ലാലേട്ടന്റെ ഇൻസ്റ്റഗ്രാമിൽ അവർ ഒഫീഷ്യലി അത് ഇറക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ട്രെയിലറോ അല്ലെങ്കിൽ ഗ്ലിംസോ ടീസറോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് വീഡിയോ, ഒരു മോഷൻ പോസ്റ്റർ മാത്രമാണ്, ഒരു മോഷൻ പിക്ചർ മാത്രമാണ്. സോ റിലീസ് ഡേറ്റ് അവർ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 2. ഇതിലൊരു ഒരുപാട് വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. കാരണം ഹിന്ദി ഏറ്റവും ആദ്യം ഇറങ്ങും. ഹിന്ദി ഓൾറെഡി അവർ അനൗൺസ് ചെയ്തു, ഒക്ടോബറിലാണ് ഹിന്ദിയുടെ റിലീസ്. സോ ഞാൻ ഓൾറെഡി കണ്ടു. എന്നാലും ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലത്തെ റിയാക്ഷൻ ഇടണ്ട, നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. അതുകൊണ്ട് ചില ആൾക്കാർ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും ഓൾറെഡി ഇൻസ്റ്റ കണ്ടല്ലോ. അതെ, കണ്ടു. നമുക്ക് റീച്ച് കിട്ടാനും വീഡിയോക്ക് റീച്ച് ആവാനും ആളെ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതാ, അല്ലാതെ പ്രത്യേകിച്ച് നന്മയൊന്നും അല്ല കേട്ടോ. ഇതാണ് അതിന്റെ റിയാലിറ്റി. കണ്ട സാധനമായതുകൊണ്ട് ഞങ്ങൾക്ക് റീച്ച് കിട്ടണം. വലിയ എക്സ്പ്രഷൻ ഇട്ട് ഞങ്ങൾ നശിപ്പിക്കുന്നില്ല. അതെ, നമുക്ക് എന്തായാലും കണ്ട സാധനം ഒന്നും കാണാം. പഴയ TV മമ്മട്ടി അവസാനം മാത്രമേ കണ്ടുള്ളൂ. മമ്മട്ടി, കാറ്, പഴയ മൊബൈൽ ഫോൺ, ദൃശ്യം 1 കണക്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതെനിക്ക് ബാഗ് സെക്കൻഡില് CCTV ലാലേട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ. CCTV ദൃശ്യം മറ്റേ സെക്കൻഡ് ആ ബുക്ക് കാണിക്കുന്നുണ്ട്. പുതിയ സിനിമയുടെ എന്തെങ്കിലും കാണും. പിന്നെ ഐക്കോണിക് ആയിട്ടുള്ള പരിപാടി, ലാലേട്ടന്റെ ആ ഒരു കണ്ണട പരിപാടി, കണ്ണ് അടക്കുന്ന പരിപാടി. ജോർജ് കുട്ടി ഫാമിലി. ലാലേട്ടൻ കുറച്ച് യങ്ങായല്ലോ, ഓരോ ദൃശ്യം കഴിയുമ്പോഴത്തേക്കും ലാലേട്ടൻ യങ്ങായി വരിക. ആടി പഠിക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ലാലേട്ടൻ കുറച്ചുകൂടി. ഓക്കെ, അപ്പോൾ അവരുടെ ഫാമിലി ഒരു പിക്ചർ കാണിച്ച് സംഭവം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ചെറിയൊരു കാര്യം തോന്നിയതാണ്, അതിനകത്ത് ഏറ്റവും ഇളകി വെച്ചിട്ടുണ്ടല്ലോ, അതിലെന്തോ നീ കൂടുതലുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഇത് സ്പോയിലർ വെച്ചോ, എനിക്ക് തോന്നിയതാ. ഈ കഴിഞ്ഞ ദിവസം അതിന് ആണെന്ന് എനിക്കറിയില്ല, അഞ്ജു ജോർജ്, അതായത് ലാലേട്ടന്റെ ഏറ്റവും മൂത്ത മകള് അൻസിബയുടെ ക്യാരക്ടറിന്റെ കല്യാണമായിട്ടുണ്ട്. ഓൾറെഡി ജിത്തു ജോസഫ് ഇന്റർവ്യൂവിനകത്തൊക്കെ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. ഓൾറെഡി ദൃശ്യം 2 കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ മൂത്ത മകളുടെ കല്യാണ സമയം ആയിട്ടുണ്ട്. സോ പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ജോർജ് കുട്ടി 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ജോർജ് കുട്ടി കുറച്ചുകൂടെ യങ്ങായി, വൈഫും അല്ലെ കുറച്ചുകൂടെ യങ്ങായി, മക്കൾ മാത്രം വലുതായ ഒരു ഫീൽ ഉണ്ട്. അല്ലാതെ റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഉദാഹരണം നമുക്ക് ലാലേട്ടനെ തന്നെ എടുക്കാം. ഒരു പ്രായം കൂടുതൽ യങ്ങാവുമല്ലേ? അല്ലതാണ്, പക്ഷെ ഈ കഥാപാത്രം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എങ്ങായിട്ടാണല്ലോ വരിക. സിജോ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ റിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ മാറ്റി നിർത്തുന്നത്. ചില നമുക്കറിയാം, ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ ചില ആളുകൾ ശരീരം ശ്രദ്ധിക്കാത്ത രീതിയിൽ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ പിതാക്കന്മാര് വളരെ യങ്ങായിട്ടും വരും. അത് അവർ വേറൊന്നും അല്ല, കാരണം ടെൻഷൻ കൊണ്ട് വണ്ണം കുറഞ്ഞായിരിക്കും. അങ്ങനെ ഉണ്ടാവും. അവർ സ്ത്രീകളെ കുറ്റം പറയുന്നില്ല. ചിലവർ അങ്ങനെ ഗർഭിണി ആയി അമ്മയായി കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു വിചാരം, ഞങ്ങൾ അമ്മയായി കുട്ടിയെ നോക്കണം. അങ്ങനൊന്നും അല്ല, അവരും വർക്കൗട്ട് ചെയ്യുക, ഡയറ്റ് ചെയ്യുക, ഈ പറയുന്നോട്ട് എല്ലാം അങ്ങനെ ആവാൻ പറ്റുമല്ലോ. അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം അല്ലാതെ എനിക്കറിയത്തില്ല എന്താ, അല്ലെ ഈ പറഞ്ഞതുകൊണ്ടാ അങ്ങനെ പോസിബിലിറ്റി ഉണ്ട്. ലാലേട്ടൻ എന്തുകൊണ്ട് യങ്ങായി, ടെൻഷൻ ഉണ്ട്, ഷുഗർ വന്ന് ഒത്തിരി വണ്ണം കുറഞ്ഞതാവാം. ഓക്കെ, അപ്പൊ ജോർജ് കുട്ടിയുടെ കാര്യം നമ്മളെല്ലാവരും കൂടെ നമുക്ക് എല്ലാം കൂടെ പ്രതീക്ഷിച്ചിരുന്ന കാര്യമായിരുന്നു. കാരണം ഹിന്ദി റിലീസിനേക്കാളും മുന്നേ നമ്മുടെ മലയാളം വരണം. കാരണം നമുക്ക് ഹിന്ദിയോടൊപ്പം പോലും റിലീസ് ആവേണ്ടത് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ മലയാളത്തിലെ ദൃശ്യം എനിക്കൊന്നു ഏറ്റവും കൂടുതൽ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്ത ഒരു മലയാള സിനിമ ദൃശ്യമാണ്. അപ്പോൾ ആ മൂവി ആദ്യം നമ്മുടെ തന്നെ ഇറങ്ങണം. കാരണം ഒറിജിനൽ ദൃശ്യം തന്നെ ആൾക്കാർ കാണണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ തന്നെയും
അവര് ഇപ്പൊ തമിഴനാണെങ്കിലും തെലുങ്കിനാണെങ്കിലും നമ്മുടെ പടം ആദ്യം കാണണം, നമ്മുടെ ദൃശ്യം കണ്ടിട്ട് മറ്റുള്ളത് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയാണ് ഏറ്റവും ആദ്യം ഇറങ്ങുന്നെങ്കിൽ, കാരണം മേക്കിംഗ് വെച്ച് നോക്കുമ്പോൾ ഹിന്ദി കുറച്ചുകൂടെ മലയാളത്തിനേക്കാൾ കുറച്ചുകൂടെ മുന്നിലാണ് മേക്കിംഗ് സ്റ്റൈൽ. അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് മേക്കിങ്ങിൽ മാത്രം. കാരണം അവർക്ക് നമ്മുടെ ഒരു ജിത്തു ജോസഫ് ആയതുകൊണ്ട് നമുക്കൊരു കൈൻഡ് ഓഫ് സീരിയൽ പരിപാടി കുറച്ചൊക്കെ പല ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹിന്ദി അങ്ങനെയല്ല, ഹിന്ദി കുറച്ചുകൂടെ സിനിമാറ്റിക് ആണ്. ലൈക്ക് കുറച്ചുകൂടെ അവരുടെ ഒരു ബഡ്ജറ്റ് കുറച്ചുകൂടെ വലിപ്പമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ കുറച്ചുകൂടെ വലുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ദൃശ്യം 3 തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും 1 തിയേറ്ററിൽ കണ്ടൊരു കിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കിളി പോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് OTT ലാണെങ്കിൽ നമ്മൾ അമ്പരന്ന് പോയ രാത്രിയാണ് കാണുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും ആ ഒരു ദിവസം അമ്പരന്ന് പോയിട്ടുണ്ടാവും രാത്രി കണ്ടപ്പോൾ. എനിക്കറിയാം, കാലിങ്ങനെ ആക്സിഡന്റ് ആയി കൈക്കൊരുതായിട്ട് ഡോക്ടറെ കാണാൻ പോകുന്ന ആ സമയത്താ കണ്ടത് വന്നെന്നറിയുന്നത്. നമ്മളിത് കണ്ടപ്പോൾ നമുക്ക് കിക്ക് കിട്ടിയില്ലേ? ആ സെയിം കിക്ക് ഈ 3 കാണുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഒരു ഫൈനൽ കളക്ഷൻ എത്ര ആയിരിക്കും മിസ്റ്റർ അൽത്താഫിന്റെ? ഒരു കാര്യം പറയണ്ടേ, അതായത് നമ്മുടെ മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിട്ട് അത് സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ട് തേർഡ് പാർട്ടിന് വേറൊരു ഭാഷയിൽ അത് മുമ്പേ റിലീസ് ചെയ്യണമെന്നൊരു വാശി വെക്കേണ്ട അത്രയും വരണമെങ്കിൽ പടത്തിന്റെ ഒരു ക്വാളിറ്റി എന്തുമായിരിക്കും, അതുണ്ടാക്കിയ റോളം എന്തുമായിരിക്കും. ഇതിലൊരു കാര്യം ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, ഇത് അജയ് ദേവഗൺ ആണല്ലോ ഹിന്ദിയിൽ. അജയ് ദേവഗൺ അല്ലെങ്കിൽ ഇത് ആരായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. സിജോ പറയും. ഹിന്ദിയിൽ ആർക്കായിരുന്നു ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് അമീർ ഖാൻ. സത്യത്തില് എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അമീർ ഖാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏറ്റവും ഇതായിട്ട് എന്തുകൊണ്ടായിരിക്കും ലാലേട്ടനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഹിന്ദിയിൽ വരുമ്പോൾ ഒരാൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അജയ് ദേവഗണെ സെലക്ട് ചെയ്ത് അവർക്ക് കാരണങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവൈലബിലിറ്റി ഉണ്ടായിരിക്കാം, ഇതെല്ലാം ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ എനിവേ നിങ്ങൾ എല്ലാവരും ദൃശ്യം 3 വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് കമന്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. കംപ്ലീറ്റ് ബ്ലോഗർ. യെസ്, സൗത്ത് ഇന്ത്യസ് നമ്പർ 1 ബ്ലോഗർ. യെസ്.